നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നടനായിട്ടുള്ള ദിലീപേട്ടൻ ഇപ്പൊ വലിയൊരു ഡൗൺഫാളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്കറിയാം, നിങ്ങളിപ്പോൾ പറയാൻ പോകുന്നത് കേസ് കൊണ്ടാണ്, മറ്റതാണ് മറിച്ചാന്നൊക്കെ ആയിരിക്കും. പക്ഷെ പുള്ളി കേസിൽ പെട്ട് ആലുവ സബ് ജയിലിൽ കിടക്കുന്ന ടൈമിൽ തന്നെയാണ് രാമലീല പോലെ ബിഗ്ഗസ്റ്റ് ഹിറ്റ് പുള്ളിക്ക് വന്നത്. അപ്പൊ ആ കാര്യം വിട്. പക്ഷെ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ദിലീപേട്ടൻ ഇപ്പോൾ ഒരു ഡൗൺഫാളിൽ. അത് മാത്രമല്ല, അതിങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തൊട്ട് തന്നെ തുടങ്ങാം. 2017 ജോർജ് എട്ടൻസ്പൂരൊക്കെ ഇറങ്ങി അത്യാവശ്യം സെറ്റായിട്ട് നിൽക്കുന്ന ടൈമിലാണ് നടിയെ ആക്രമിച്ച കേസ് വരുന്നത്. ആദ്യം അങ്ങനെ വലിയ സംശയമൊന്നും ഇല്ലായിരുന്നെങ്കിലും പതുക്കെ ദിലീപിന്റെ ആ ഒരു സൈഡിലേക്ക് കേസിന്റെ അന്വേഷണം വരികയും പുള്ളീനെ പിടിക്കുകയും അവസാനം 90 ദിവസം റിമാൻഡിൽ കിടക്കേണ്ടിയൊക്കെ വന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവാണ്. അത് ആ ഒരു സംഭവം പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഈ 2003 ജനിച്ചു വളർന്നതാണ് ഞാൻ. അപ്പോൾ എനിക്ക് ടിപ്പിക്കലി എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് തന്നെ പുള്ളിയുടെ പടങ്ങളാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ പറ്റിയിരുന്നില്ല ഇതുപോലത്തെ ഒരു കാര്യം പുള്ളി ചെയ്യുന്നു. ആ കേസ് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്ഥാപിക്കാനും പറ്റില്ല. പക്ഷെ പലർക്കും പക്ക ഒരു ഷോക്ക് പോലെയായിരുന്നു. ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഇവിടെ തീർന്നു. മിമിക്രി വേദികളിൽ നിന്ന് വന്നിട്ട് വലിയൊരു ബിഗ് ഷോട്ടായിട്ട് വളർന്ന് അവസാനം എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെട്ട് ജനപ്രിയം എന്ന് പറഞ്ഞ ടാഗ് വരെ ആൾക്കാർ അടിച്ചു കൊടുത്തു. പക്ഷെ ആ ഒരു സംഭവം ഇന്നത്തോടെ തീർന്നു. ഇനി ഒരു തിരിച്ചുപോക്കില്ല. ആ ആക്ടറിൻ്റെ കരിയർ തന്നെ തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ടൈമിലാണ് രാമലീല എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സിനിമ ഇറങ്ങാൻ പോകുന്നത്. അന്ന് വലിയ പ്രശ്നമായിരുന്നു ഇതൊക്കെ. അന്ന് ആ പടം ബാൻ ചെയ്യണം, അത് ഇറക്കരുതെന്നും പറഞ്ഞ് ഒരുപാട് പാർട്ടീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പുള്ളി ഒരു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരില്ല, ഓഡിയൻസ് പുള്ളിനെ കൈവിട്ടു എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് രാമലീല ആരും പ്രതീക്ഷിക്കാതെ വേറെ ലെവൽ ഹിറ്റാവുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പലയിടത്തും സെക്കൻഡ് ഷോ തേർഡ് ഷോ വരെ വെച്ചിരുന്നു. ആ ടൈമിൽ ഓല മേഞ്ഞ തിയേറ്ററിൽ വരെ ഇരുന്ന് ആ പടം കണ്ട ആൾക്കാരെ എനിക്കറിയാം. നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോയി കാണുമെന്ന് വിചാരിച്ച എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ദിലീപ് തിരിച്ചു പിടിച്ചു. പക്ഷേ പിന്നീട് വന്ന പല പടങ്ങളും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല. പക്ഷെ അതിനുശേഷം വന്ന കമ്മാര സംഭവം അത്രയും നല്ല പടമായിരുന്നിട്ടും എന്തുകൊണ്ടോ അത് വർക്കായില്ല. മുരളി ഗോപിയുടെ മിക്ക പടങ്ങളും ആ ടൈം വരെ നല്ല സിനിമകളൊക്കെ ആയിരിക്കും, പക്ഷെ മിക്കതും വർക്കൗട്ട് ആയിരുന്നില്ല. അത് തന്നെയാണ് കമ്മാര സംഭവത്തിനും സംഭവിച്ചത്. പക്ഷേ വേറെ ലെവലൊരു പെർഫോമൻസും ഉണ്ടായിരുന്നു. എനിക്ക് ആ ടൈമിൽ ഞാൻ വളരെ ചെറുതാണ്, പക്ഷേ കമ്മാരൻ നമ്പ്യാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദിലീപേട്ട അത് കിടിലനായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന കോടതി സമക്ഷം ബാലം വക്കീലും അത്യാവശ്യം നല്ല പടമായിരുന്നു, കുഴപ്പമില്ലാത്ത ലെവലിലെത്തി. പക്ഷെ ആ ഒരു ദിലീപ് പടങ്ങൾക്ക് കിട്ടിയിരുന്ന ആ ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ, ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു കിട്ടിയിരുന്ന ഒരു വരവേൽപ്പുണ്ട്, അത് പഴയ പോലെ ആ ഒരു രീതിയിൽ കിട്ടിയില്ല. പിന്നെയാണ് നമ്മൾ ആ ഒരു ഫിലിമോഗ്രഫി എടുത്തു നോക്കിയാൽ പുള്ളിയുടെ ചോയ്സ് ഓഫ് ഫിലിംസിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. ശുഭരാത്രി, ജാക്ക് ഡാനിയൽ, മൈസാൻഡ, KC വീരേന്ദ്രനാഥൻ, വോയിസ് ഓഫ് സത്യാനന്ദൻ, അങ്ങനെ പല മോശം പടങ്ങളും, മോശത്തിൽ താഴെയുള്ള പടങ്ങളും, അങ്ങനെ കുറേ ആവറേജ് പടങ്ങളും, അങ്ങനെ കുറേ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് പുള്ളിയുടെ ഫിലിമോഗ്രഫി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. കാരണം കോടതി സമക്ഷം ബാലം വക്കീലായിക്കോട്ടെ, കമ്മാര സംഭവം ആയിക്കോട്ടെ, രാമലീല ആയിക്കോട്ടെ, കാലത്തിനനുസരിച്ച് മാറിയ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ്. പലപ്പോഴും പുതിയ ഐഡിയാസാണ് പുള്ളി ഇതിൽ കൂടെ കൺവേ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ കോടതി സമക്ഷം ബാലം വക്കീൽ കഴിഞ്ഞ് പിന്നെ ആ ഉണ്ടായ ചേഞ്ചുകളിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പുള്ളി പഴയ സെയിം ഓൾഡ് ഫോർമുലകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. പഴയ ടൈപ്പ് പടങ്ങൾ പോലത്തെയാണ് ചെയ്യുന്നത്. മിക്ക പടങ്ങളും പുള്ളി അതിന് ശേഷം ചെയ്ത മിക്ക പടങ്ങളും ഒരു 2000-2010 ഇറങ്ങിയിരുന്നെങ്കിൽ ഹിറ്റാവേണ്ട പടങ്ങളാണ്. അതായത് കാലത്തിനനുസരിച്ച് ചോയ്സ് ഓഫ് ഫിലിംസ് മാറിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ദിലീപേട്ടൻ. പക്ഷേ ആ ടൈമിൽ കോടതി സമക്ഷം ബാലം വക്കീൽ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പുള്ളി വളരെ പേടിക്കുന്നുണ്ട്. വേറെ രീതിയിലുള്ള പടങ്ങൾ ചെയ്യാൻ, പുതിയ ഐഡിയ കൺവേ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള പടങ്ങൾ ചെയ്യാൻ പുള്ളിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ നിങ്ങൾ ആരും നോട്ടീസ് ചെയ്യാത്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പുള്ളിയുടെ ഫിറ്റ്നസ് ലെവൽ വളരെ കുറഞ്ഞു പോയൊരു ടൈമാണ് ഈ ഒരു ടൈം. നിങ്ങൾ പണ്ടത്തെ ദിലീപേണ്ട ആ ഒരു മുഖവും ശരീരവും ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. ആ ഒരു ദിലീപേണ്ട മുഖവും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും എടുത്തു വെച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പുള്ളി ക്ഷീണിച്ചിട്ടുണ്ട്, എത്രത്തോളം ആ ഒരു ഓറ പോയി. അതായത് പുള്ളി ആ ടൈമുകളിൽ കുറച്ചുകൂടി ഫിറ്റ്നസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നെ അങ്ങോട്ട് പുള്ളിക്ക് ആ ഒരു ഫിറ്റ്നസ്സോ അന്നത്തെ ഒരു എനർജിയോ പിന്നെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരു പടത്തിനും കണ്ടിട്ടില്ല. പിന്നെ ഈ ഇടയായിട്ട് ബാന്ദ്ര, തങ്കമണി, പവിത കെയർടേക്കർ എന്ന് പറഞ്ഞ് ഒരുപാട് ബോംബുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. പക്ഷേ ഫ്രണ്ട്സ് ആൻഡ് ദ ഫാമിലി പോസിറ്റീവ് റിപ്പോർട്ട്സ് വന്നിട്ട് പോലും കാണാൻ പോകാത്ത ആൾക്കാരെ എനിക്കറിയാം. അതായത് ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരുന്ന പടങ്ങൾ ചെറുപ്പത്തിൽ ദിലീപിൻ്റെ ആയിരുന്നു. പണ്ടൊക്കെ ദിലീപിൻ്റെ പടം എന്ന് കേട്ടാൽ ട്രെയിലറോ ഒന്നും നോക്കൂല, പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒന്നും നോക്കില്ല, ജസ്റ്റ് പോയി കണ്ടിരുന്നു. അതായത് ബ്ലൈൻഡ്ലി ദിലീപിൻ്റെ പടമാണ്, നമുക്ക് വിശ്വസിക്കാൻ നല്ല പടമായിരിക്കും എന്നുള്ളൊരു ബിലീവിൽ അതുപോലത്തെ ഒരു ജനറേഷനിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ.
അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ എക്സ്ട്രാ പോസിറ്റീവ്, വളരെ ഒരു എക്സ്ട്രാ പോസിറ്റീവ് പടം വന്നാലേ ദിലീപിൻ്റെ ഒരു പടം പോയി കാണുള്ളൂ. ആ ഒരു ലെവലിലേക്ക് എത്തി. ഒരു കാലത്ത് ബിഗ് ഗെയിംസ്, അതായത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പടങ്ങൾ വരെ നിരത്തി അടുപ്പിച്ച് പൊട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ ദിലീപേൻ്റെ പടങ്ങൾ ബാക്ക് ടു ബാക്ക് ഹിറ്റാണ്. ബാക്ക് ടു ബാക്ക് 13 ഹിറ്റുകളെങ്ങാണ്ട് പുള്ളി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇരുന്ന ടൈമിൽ ഇപ്പോൾ അതേ തങ്കമണിയും ബാന്ദ്രയൊന്നും OTT റൈറ്റ് പോലും സെല്ലായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് ആയിപ്പോയി. അതായത് ലിറ്ററലി ഒരു ഡൗൺഫാളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പുള്ളിയുടെ ഡൗൺഫാൾ. ഇനി നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്? ദിലീപ് ഏട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമഡീസ് പലതും വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പോഴത്തെ യൂത്തന്മാരുടെയോ ഇപ്പോഴത്തെ ആ ഒരു ഫാമിലിയുടെ പൾസോ അല്ല പുള്ളി അത് അറിഞ്ഞ് ചെയ്യുന്നത്. പക്ഷേ തരുൺ മൂർത്തി പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽസ് ഉണ്ടല്ലോ, സ്ലീപ്പർ സെൽസ് ഫാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിക്കുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, ദിലീപേൻ്റെ ഒരു അൾട്രാ പോസിറ്റീവ് പടം വന്നാൽ, അത്രയും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തൊരു നല്ല സിനിമ വന്നാൽ ഒരുപാട് പേര് ഇപ്പോഴും പോയി കാണും. ഒരുപാട് ഫാമിലീസും ഒരുപാട് പിള്ളേർ ഇപ്പോഴും പോയി കാണും. പക്ഷേ ദിലീപേട്ടൻ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട ടൈമായി, പുതിയ ഐഡിയാസ് കൊണ്ടുവരേണ്ട ടൈമായി, പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യേണ്ട ടൈമായി. ഇപ്പോഴാണ് പക്ക പുള്ളിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പടം ചെയ്യാനുള്ള 100% ടൈം. ഇപ്പം ചെയ്താൽ ഇപ്പം പിടിക്കാം. ഇപ്പോൾ കൂടുതലും യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം ഒരു സിനിമ പിടിക്കാൻ. കാരണം ഇപ്പോൾ തിയേറ്റർ ഓൺഗോയിങ് ആയിട്ട് തിയേറ്ററിൽ പോയി പടം കാണുന്നത് കൂടുതലും യൂത്ത് പിള്ളേരാണ്. അപ്പോൾ അവരുടെ പൾസ് അറിയുന്ന രീതിയിൽ വേണം പടം പിടിക്കാൻ. ഫാമിലി ഓഡിയൻസ് പിന്നെയും വരാൻ ചാൻസ് കൂടുതലില്ല. പക്ഷെ തുടരും പോലത്തെ ഒരു പടമൊക്കെ ഇറങ്ങിയപ്പോൾ അത് കാണാൻ ഒരുപാട് ഫാമിലി ഓഡിയൻസ് വന്നു. സോ 2 ഓഡിയൻസിനെ മൈൻഡിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ ഒരു വളരെ വളരെ നല്ലൊരു സിനിമ വേണം ചെയ്യാൻ. പോരാത്തതിന് നല്ല സിനിമ ചെയ്യുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഇമോഷണലിയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു പടം ചെയ്യുമ്പോൾ. അതെ, പുറത്തിരുന്ന് ഇതുപോലെ സ്റ്റഡി ക്ലാസ് എടുക്കാൻ നല്ല എളുപ്പമാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ പേഴ്സണലായിട്ടൊരു കാര്യം പറയാണ്, ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ, ആ ഒരു ആക്ടറാണ് എൻ്റെ ചൈൽഡ്ഹുഡ് തന്നെ മേക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറയും. കാരണം ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ളത് കൊച്ചി രാജാവായിരിക്കുള്ളൂ. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ പടങ്ങൾ കണ്ടു വളർന്ന ഒരു ജനറേഷൻ തന്നെയുണ്ട്. ഞാനടക്കമുള്ള പലരും 90s തൊട്ട് 2010 വരെ നീളുന്ന ഒരു വലിയ ജനറേഷൻ. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അത് റീപേ ചെയ്യാനുള്ള ടൈമാണ്. ദാറ്റ് മാൻ ഹാസ് മെയ്ഡ് മൈ ചൈൽഡ്ഹുഡ്. ഞാൻ എന്തിനും ഇത്രയും ഡയലോഗ് അടിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഒരു 2-3 ആഴ്ചയായിട്ട് ദിലീപേട്ടന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിങ്കിങ്ങിലാണ്. അത് എപ്പോൾ നടക്കും എന്ന് നടക്കും എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ വേണ്ടിയ ടൈമിൽ വരും എന്ന് ഞാൻ പറയാം. കാരണം ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാർട്ടും കൂടെയാണ് ഈ വീഡിയോൻ്റെ. ഇത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് പറയുന്നത്. ഞാനൊരു 2-3 ആഴ്ചയായിട്ട് ദിലീപേട്ടന് വേണ്ടിയിട്ടുള്ള ആ ഒരു കഥയുടെ ഒരു തിങ്കിങ്ങിലാണ്. ആ ഒരു പേപ്പറിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതിന് പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള പല കഥകളും പല ഐഡിയാസും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൈകാതെ എൻ്റെ തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെയും പുള്ളിയുടെ തലയിൽ ഒരേ വരെയാണ് വരച്ചെങ്കിൽ, വൈകാതെ നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണാൻ കഴിയും.